ഞാൻ എടുക്കുവാൻ പോകുന്ന ക്ലാസ് വളരെ പ്രാർത്ഥനയോടുകൂടെ, പ്രത്യേകിച്ച് യാതൊരു മുൻവിധിയും ഉണ്ടാകരുത്. ഇത് ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ വിടുതൽ കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന വിഷയം സബ് ഹെഡിങ് നോട്ട് ചെയ്താട്ട്, അലവിങ് എ റൂട്ട് ഓഫ് ബിറ്റർനെസ് ടു ഗ്രോ. വല്ല കയ്പുള്ള വേരും മുളച്ച്, വല്ല കയ്പുള്ള വേരും മുളക്കിയ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി ക്ലാസ് ആയിരിക്കണം. ഞാൻ പ്രത്യേകിച്ച് ഈ വിഷയം ഞാൻ പഠിച്ചപ്പോൾ അതിൻ്റെതായിരിക്കുന്ന ആന്തരികത എത്രമാത്രം വലുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മനസ്സിലാക്കിയപ്പോൾ അത് നമ്മൾ അറിയുന്നത് വാസ്തവത്തിൽ നമുക്ക് ഒരു വലിയ വിടുതലിന് കാരണമായി തീരും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാനാണ് ഞാൻ കർത്താവിൽ ഓർപ്പിക്കട്ടെ. അവിടെ നമ്മൾ കാണുന്നത് വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുക. ഇവിടെ നമ്മൾ കാണുന്ന വേർഡ് ബിറ്റർനെസ്. നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സബ് ഹെഡിങ് നോട്ട് ചെയ്താൽ ബിറ്റർനെസ്, കയ്പ്. കയ്പ് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ ഈ വേർഡ് പഠിച്ചപ്പോൾ നമ്മൾ ഇപ്രകാരം പറയുന്നു, ആ വാക്യം വായിച്ചിട്ട് 15ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. അപ്പോൾ ദൈവകൃപ വിട്ടും പിന്മാറിയാൽ നെക്സ്റ്റ് ജീവിതത്തിൽ കടന്നു വരുവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് കയ്പ് കടന്നു വരിക, ബിറ്റർനെസ് കടന്നു വരിക. ബിറ്റർനെസ് എന്താണ്? ഈ ബിറ്റർനെസ് എന്നൊരു വാക്യം വായിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട്, എഫേസ്യർ ചാപ്റ്റർ 4, എഫേസ്യർ 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് അതിനുശേഷം, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. 31-ാമത്തെ വാക്യം കൂടെ പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യം, എല്ലാ കയ്പും കോപവും ക്രോധവും, എല്ലാ കയ്പും കോപവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. സകല കയ്പ് വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എന്താണ് കയ്പ് എന്ന് പറയുന്നത്? നമ്മൾ ഈ വാക്യം എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ആ വേർഡ് എന്ന് പറയുന്ന ഇപ്രകാരമാണ്: ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. നമ്മൾ മനസ്സിലാക്കണം, ഈ കയ്പ് ബിറ്റർനെസ് എന്ന് പറയുന്നത് പുറത്ത് വെളിപ്പെടുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് എ ഹിഡൻ തിങ്. അത് ഒരു വേരാണ്. നമുക്കറിയാം, ഒരു വൃക്ഷം ഒന്ന് വളർന്നു നിൽക്കുമ്പോൾ വൃക്ഷത്തിന്റെ നിർത്തുന്നത് അതിന്റെ വേരാണെങ്കിലും വൃക്ഷത്തിന്റെ വേരിനെ ആരും കാണുവാൻ സാധിക്കുന്നില്ല. വൃക്ഷത്തിന്റെ വേര് ഹിഡനാണ്, അത് മൂടപ്പെട്ട് വെച്ചിരിക്കുകയാണ്. അത് വെളിപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ വളർച്ചയുടെയും അതിന്റെ ഫലത്തിന്റെയും സകല കാരണവുമായിരിക്കുന്നത് ഈ അടിയിൽ നിൽക്കുന്ന വേര് മാത്രമാണ്. വേര് വെളിപ്പെടുന്നില്ല, പക്ഷെങ്കിൽ ഈ വേരാണ് പ്രധാനമായിട്ട് ഈ വൃക്ഷത്തെ നിർത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വേദപുസ്തകം പറയുന്നു, വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് ഒരു കയ്പ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം എന്ന് പറയുന്നത് അതൊരു വേരിന് തുല്യമാണ്. ഒരു വൃക്ഷത്തിന് ഒരു വേരുണ്ടാകുവാൻ സാധിക്കുമെങ്കിൽ ആ വേരിന് തുല്യമാണ് കയ്പ് എന്ന് പറയുന്ന ഒരു അനുഭവം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. നമ്മൾ പ്രധാനമായിട്ട് കയ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 രീതികളിലാണ് കയ്പിന്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. 3 മേഖലകളിലാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ദൈവത്തോട് നമുക്ക് കയ്പിന്റെ അനുഭവം ഉണ്ടാകുന്നു. ബിറ്റർനെസ് അഗൈൻസ്റ്റ് ഗാഡ്. ദൈവത്തോട് നമുക്ക് കയ്പിന്റെ അനുഭവം ഉണ്ടാകുന്നു. പ്രധാനമായിട്ട് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന പ്രകാരമാണ്: സർവശക്തൻ എന്നോട് അതികയ്പായുള്ളത് പ്രവർത്തിച്ചു.
നിങ്ങൾ ഇനി എന്നെ നവോമി എന്നല്ല വിളിക്കേണ്ടത്, മാറ എന്ന് വിളിക്ക്. എന്താ അതിന് കാരണമായിരിക്കും? സർവശക്തൻ എന്നോട് അതികഠിനമായ കയ്പായുള്ളത് ചെയ്തിരിക്കുന്നു. സർവശക്തനെ നവോമി നോക്കിക്കഴിഞ്ഞാൽ നവോമിക്ക് ഒരു കാഴ്ചപ്പാടെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇത്രമാത്രം ക്രൂരമായിട്ട് എന്നോട് പ്രവർത്തിച്ച ഒരു വ്യക്തി, ഒരു ആളത്വം. ദൈവത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ, നവോമി ദൈവത്തെ കാണുവാൻ ഇടയാകുന്നത് തൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായിരിക്കുന്ന കയ്പിന്റെ അനുഭവത്തിൽ. എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവ് മരിച്ചു, മക്കൾ മരിച്ചു, എല്ലാം നഷ്ടപ്പെടുവാൻ കാരണമായിട്ട് സോഴ്സ് ദൈവമാണ് ഇതൊക്കെ ചെയ്തുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കയ്പോടുകൂടെ നോക്കുന്നതായിരിക്കുന്ന, ദൈവത്തോട് കയ്പിന്റെ അനുഭവത്തിൽ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണോ നവോമി എന്ന് പറയുന്നത്. രണ്ടാമത് കയ്പിന്റെ മേഖല എന്ന് പറയുന്നത് മറ്റു പ്രിയപ്പെട്ടവരോട് towards others, bitterness towards others. പ്രധാനമായിട്ടും നമ്മൾ നോക്കിയാൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്, ശൗൽ രാജാവ് ദാവീദിനോട് ബിറ്റേർനെസ് ഉള്ളവനായിരുന്നു, കയ്പുള്ളവനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ആദ്യം ഉടലെടുത്തത് ആ കയ്പിന്റെ അനുഭവമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ കയ്പ് ഉള്ളിൽ കിടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കയ്പല്ല വെളിപ്പെടുന്നത്. ഈ കയ്പുള്ളിൽ കിടക്കുന്നത് കൊണ്ട് മറ്റു പല കാര്യങ്ങളാണ് വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. കയ്പ് സ്വാഭാവികമായിട്ട് വെളിപ്പെടുന്നില്ല, പക്ഷെ ഈ കയ്പ് മുഖാന്തരം മറ്റു പല അനുഭവങ്ങളാണ് വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. രണ്ട് നമ്മൾ കണ്ടത്, ശൗൽ രാജാവിന് ദാവീദിനോട് കയ്പിന്റെ അനുഭവം. പ്രധാനമായിട്ട് എന്തുകൊണ്ടാണോ അത് സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, ശൗൽ ദാവീദിന്റെ ഉയർച്ചയിലുള്ള ശൗലിൻ്റെതായിരിക്കുന്ന ഒരു കണ്ണുകടി, ദാവീദ് ഉയർത്തപ്പെടുവാൻ കാരണമായി തീർന്നത് അതാണ്. തൻ്റെ ജീവിതത്തിൽ ഈ ഒരു കയ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് എവിടെയാ തുടങ്ങിയത്? നമുക്കറിയാം, വേദപുസ്തകപ്രകാരം പറയുന്നു, ദാവീദ് 10,000 കൊന്നപ്പോൾ ശൗല് 1000 കൊന്നുവെന്നുള്ള സ്ത്രീകളുടെ പ്രതിഗാനമാണ് ശൗലിന്റെ ഉള്ളിൽ ഈ കയ്പിന്റെ അനുഭവത്തിലേക്ക് നയിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. അപ്പോൾ മറ്റുള്ളവരോട് കയ്പിന്റെ അനുഭവം. നമുക്കറിയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മളുടെ എക്സ്പെക്ടേഷൻ അപ്പുറമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ നോക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ദൈവം എന്നോട് ഇത് ചെയ്തു? എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? ഈ നവോമി പറയുന്നത് പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് മറ്റാരും പ്രവർത്തിച്ചതല്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അനന്തര ഫലം എന്ന് പറയുന്നത് ഒരല്പം നമുക്ക് സഹിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അത് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ദൈവം എന്നോട് ചെയ്തു? രണ്ട്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ബന്ധത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ തിരികെ വരുമ്പോൾ അവിടെയാണ് നമ്മൾ അവരോട് ഒരു കയ്പിന്റെ അനുഭവം ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്ന് പിന്നോട്ട് നോക്കിയാൽ എവിടെയെങ്കിലും ഏതെങ്കിലും കോർണറിലൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഉള്ളത്തിൽ ചില കയ്പ് ഉണ്ട് എന്ന് കാണുവാൻ സാധിക്കും. വളരെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. കയ്പില്ലാത്തവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ വളരെ ചുരുക്കം പേര് മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നത്. അതിന് പ്രതികൂലമായിട്ട് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്ക് ആ സാഹചര്യത്തെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റാതെ വരുന്ന സമയത്ത് നമുക്ക് അവരോട് ഒരു കയ്പിന്റെ അനുഭവം ഉണ്ടാകുന്നു. അവരോട് ഒരു കയ്പിന്റെ അനുഭവം ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കിയോണം, കാലങ്ങൾ എടുക്കും. ഞാൻ താഴോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ മൂന്നാമതായിട്ട് മറ്റുള്ളവരോട് നമുക്കൊരു കയ്പിന്റെ അനുഭവം. മൂന്നാമത്തെ അനുഭവമാണ് നമുക്ക് നമ്മളോട് തന്നെ കയ്പിന്റെ അനുഭവം, ടുവേർഡ്സ് ourselves. നമുക്ക് നമ്മളോട് തന്നെ കയ്പിന്റെ അനുഭവം. നവോമിയെ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നവോമിക്ക് പറയുവാനുള്ള ഒന്നേ ഉള്ളൂ, ഞാൻ എന്തിനാ ജീവിക്കുന്നേ? എൻ്റെ ജീവിതത്തോട് എനിക്ക് കയ്പാ. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബ് പറയുന്നുണ്ട്, എനിക്ക്
അത്യന്തം കയ്പായുള്ളത് എനിക്ക് ഭവിച്ചിരിക്കുന്നു. തൻ്റെ ഓൺ സെൽഫ് താൻ അയ്യോ വഴിയ തൻ്റെ ജന്മദിവസത്തെ താൻ ഓർത്ത് ശപിക്കുക താൻ ചെയ്യുന്നു. എന്തിനാ ദൈവം എന്നെ ജനിപ്പിച്ചത്? കാരണം തൻ്റെ ജീവിതത്തോടുകൂടെ തന്നെ തനിക്ക് കയ്പ്. എന്താ ജീവിതത്തോട് കയ്പിന്റെ അനുഭവം കടന്നു വരുവാൻ കാരണമായി തീർന്നത്? പലപ്പോഴും ജീവിതത്തിന്റെ എംപ്റ്റിനെസ്. പലതും നമ്മൾ ആഗ്രഹിച്ചു, പലതും നമ്മൾ ചെയ്യുവാനായിട്ട് പ്രാരം ആഗ്രഹിച്ചുവെങ്കിലും അതൊന്നും സാധിക്കാതെ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ, നമുക്ക് ഒന്നുമില്ലാത്ത ശൂന്യതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, എല്ലാം വളരെയധികമായിട്ട് അധ്വാനിച്ചിട്ടും അതിനുള്ള റിട്ടേൺസ് കടന്നു വരാതെ ശൂന്യതയാണ് കാണുന്നതെങ്കിൽ എന്തിനാ എനിക്ക് ഈ ജീവിതം എന്നുള്ളതാണ് ഒരു കയ്പിന്റെ വാക്കുകളായിട്ട് കടന്നു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലും എന്തൊക്കെയോ കയ്പിന്റെ അനുഭവം കിടപ്പുണ്ടെന്നുള്ളതാ. ഇത് മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടും. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, ഈ കയ്പ് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറയുണ്ടായി, അതാണ് വേറെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇതിന്റെ ഗ്രീക്ക് വേർഡ് ഒന്ന് പഠിച്ചാട്ട്. ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് പിക്കോസ്, PIKROS, PIKROS, പിക്കോസ്. പിക്കോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബിറ്റർ, കയ്പ്. പിക്രിയ, PIKRIA, ആ വേർഡ് മീൻ ചെയ്യുന്നത് ബിറ്റർനെസ്. ബിറ്റർനെസ് ഒറിജിനലി ഈ വേർഡ് മീൻ ചെയ്യുന്നത് ഷാർപ്പ് ഓർ പോയിന്റഡ്. ഷാർപ്പ് ഓർ പോയിന്റഡ് എന്ന് പറഞ്ഞാൽ ഫോർ എനിത്തിങ് that was penetrated to the senses. നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് കടന്ന് മുറിക്കുവാനായിട്ട് കഴിവുള്ളത്. For anything that was penetrated to the senses. നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് കടന്ന് മുറിച്ചു കളയുവാനായിട്ട് കഴിവുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വാസ്തവത്തിൽ ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ, ഈ ബിറ്റർനെസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ, ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്കുള്ള ബിറ്റർനെസ് കൊണ്ട് നമ്മുടെ അതിൽ കൂടെ ഒരു പ്രവൃത്തി കടന്നു വരുമ്പോൾ നമുക്കൊരാളോട് ഒരല്പം കൈപ്പെട്ടെന്ന് വെക്കുക. അതിൽ കൂടെ നമ്മൾ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ആരോട് കയ്പുണ്ട്, അവരെ നമുക്ക് നശിപ്പിക്കാമെന്നാണ്. സ്വാഭാവികമായി സംഭവിക്കുന്നത് സ്വയമായിട്ടാണ് നശിക്കുന്നത്. ശ്രദ്ധിക്കണം ഈ വേർഡ്. ആരുടെ ഉള്ളിൽ കയ്പ് വെച്ചിട്ടുണ്ട്, ആ കയ്പ് കൊണ്ട് സംഭവിക്കുന്നത് സ്വയം നാശമല്ലാതെ ആരെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കൊരു നാശം ഉണ്ടാകത്തില്ല. ഇപ്രാരം ഒരു റാറ്റിൽ സ്നേക്സിനെ കുറിച്ച് ഇപ്രാരം പറയുന്നുണ്ട്. അതിനെ കൊല്ലാനായിട്ട്, അതിനെ പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അതൊരു കോർണറിലേക്ക് മാറിപ്പോയിരിക്കുമ്പോൾ, അതിനെ കൊല്ലുവാനായിട്ട് നോക്കുന്ന സമയത്ത് ഫൈനലി ഈ അപകടത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അത് തന്നെ, ആ പാമ്പ് തന്നെ സ്വയമായിട്ട് തൻ്റെ പോയിസൺ കൊണ്ട് തന്നെ കടിക്കുക ചെയ്യുന്നത്. ഇത് മനസ്സുകൊണ്ട് താൻ ചെയ്യുന്ന ഒരു വിഷയമല്ല, ഈ പാമ്പ് ചെയ്യുന്നതല്ല. ഇത് പിന്നെ അബദ്ധവശാൽ സംഭവിച്ച ഒരു കാര്യമാണ് സ്വയമായിട്ട് കടിക്കുക എന്ന് പറയുന്നത്. ഇതാണ് പലപ്പോഴും ഈ കയ്പിന്റെ അനുഭവത്തിൽ കൂടെ സംഭവിക്കുന്നത്. കയ്പിന്റെ അനുഭവം കൊണ്ട് ഉണ്ടാകുന്നത് സ്വയമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിൽ പോയിസൺസ് വെക്കുക. ഞാൻ ഇതിന്റെ സയന്റിഫിക് കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് ചിന്തിച്ച് ഒന്ന് ഗവേഷണം നടത്തി നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈവൻ ഈ കയ്പിന്റെ അനുഭവം ഉള്ളവർക്ക് ഉണ്ടാകാൻ പറ്റുന്ന രോഗങ്ങൾ ഇന്ന് ഏതാണ്ട് 65% രോഗത്തിന്റെ കാരണങ്ങൾ ഈ ബിറ്റർനെസ് ആണ് കാരണമായിരിക്കുന്നത്. ഇൻക്ലൂഡിങ് ക്യാൻസർ ഉൾപ്പെടെ, ആർത്രൈറ്റിസ് ഉൾപ്പെടെ എന്ന് വേണ്ട ഊരുക്കെട്ട് രോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ കയ്പിന്റെ അനുഭവമാണ് ഈ രോഗം വരുത്തുവാൻ കാരണമായിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല എങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു പ്രത്യേകത കൊണ്ട് ഞാൻ ആദ്യം പറയുണ്ടായി, ഈ
കയ്പിന്റെ അനുഭവം ഉള്ളിലാണ് കിടക്കുന്നത്, പുറത്ത് ആയിരിക്കത്തില്ല. അതുകൊണ്ട് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു വിഷയവും കാണുവാൻ സാധിക്കത്തില്ല. ഭർത്താക്കന്മാരോട് അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്ന ഒരു ഉപദേശത്തിൽ ഇപ്രകാരം വാക്യമുണ്ട്: നിങ്ങളുടെ ഭാര്യമാരോട് കയ്പായിരിക്കരുതെന്ന്. ഈവൻ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് കയ്പായിട്ടിരിക്കാനായിട്ട് സാധിക്കും. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് കയ്പായിരിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിരിക്കുന്നവർക്ക് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്പ് വെച്ചുകൊണ്ടിരിക്കുവാനായിട്ട് സാധിക്കും. കയ്പ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തിനാ ഈ കയ്പെന്നുള്ളതല്ല ഇവിടെ വെളിപ്പെടുന്നത്. വേറെ എന്തെങ്കിലും ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അവിടെ അടിയ. കാരണം ഒന്നുകിൽ വെള്ളമെടുത്ത ഫോം ശരിയായില്ല, അല്ലെങ്കിൽ ഒരു തുള്ളി താഴെ പോയി. വാസ്തവത്തിൽ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു തുള്ളി വെള്ളം താഴെ പോയതല്ല വിഷയം, എന്തിനോ വേണ്ടി ഉള്ളിൽ കയ്പുണ്ട്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ വെളിപ്പെടുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെളിപ്പെടുന്ന കാര്യങ്ങളാ. ശ്രദ്ധിച്ചോണേ, പലപ്പോഴും നമ്മൾ അതിന്റെ സീരിയസ്, അതിന്റെ ആ റൂട്ട് കോസ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ റൂട്ട് കോസ് അവിടെ തന്നെ കിടക്കുക. എന്താ ഇവിടെ വിഷയം സംഭവിക്കുന്നത്, എന്താണ് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ആ സമയത്ത് പ്രധാനമായിട്ട് ഈ ബിറ്റർനെസ് എന്നുള്ളത് ഏതാണ്ട് 40 പ്രാവശ്യമാണ് ഈ വേർഡ് ഉപയോഗിച്ച ബിറ്റർനെസ്. ബിറ്റർനെസ് എന്നുള്ള വേർഡ് പഴയ നിയമത്തിൽ 40 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഒരു സാഹചര്യമായിരിക്കുന്ന ബന്ധത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു വ്യക്തിയുടെ കയ്പിന്റെ അനുഭവമായിട്ടാണ് കാണുന്നത്. പ്രധാനമായിട്ട് ഒരു ഇൻസിഡൻസ് ആയിട്ട് നമ്മൾ കണ്ടത്, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറയിലേക്ക് കടന്നു വന്നു. ആ മാറയിലെ വെള്ളം കയ്പുള്ളതായിരുന്നു. അവിടെയാണ് പ്രധാനമായിട്ട് ഈ കയ്പ് എന്നുള്ള വേർഡ് ഒരു സാഹചര്യമായിരിക്കുന്ന ബന്ധത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഒരു വ്യക്തിയുടെ കയ്പിന്റെ അനുഭവങ്ങളാണ് ഇവിടെ കയ്പായിട്ട് വെളിപ്പെടുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 2 പേര് ആദ്യമായിട്ട് യാഗം കഴിക്കുവാൻ പോയി. 2 പേരുടെ യാഗത്തിൽ, ചേട്ടന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. എന്ത് സംഭവിച്ചു? അനിയനെ ചേട്ടൻ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കോപിച്ച് മറവ് ചെയ്തു, കൊന്നു മറവ് ചെയ്തു. ഇങ്ങനെ മുൻപോട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഏശാവ് യാക്കോബിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യാക്കോബ് ഇപ്രകാരം ഭയപ്പെടുകയാണ്. എന്തിനാ ഭയപ്പെടുന്നത്? എന്റെ ചേട്ടൻ എന്നെ കൊല്ലും. കാരണം കഴിഞ്ഞ നാളുകൾ ഞാൻ ഈ ചേട്ടന് കൊടുത്ത മുഴുവൻ കയ്പിന്റെ അനുഭവങ്ങളാ. ഇതൊക്കെ വെച്ചുകൊണ്ടാ തന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? യാക്കോബിന് തന്റെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവർ, നമ്മൾ മുൻപോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു മൊർദെഖായിയെയും ഹാമാനെയും നമ്മൾ കാണുന്നുണ്ട്. ഹാമാന്റെ ജീവിതത്തിന് ഒരു വലിയ വീഴ്ചയുടെ കാരണമെന്ന് പറയുന്നത് യാതൊരു കാരണമില്ലാതെ മൊർദെഖായി എഴുന്നേൽക്കാത്തത് മുഖാന്തരമായിട്ട് മൊർദെഖായിയുള്ള കയ്പിന്റെ അനുഭവമാണ് കാണുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ മുൻപോട്ട് കടന്നു വരുന്ന ആ സ്ഥാനത്തൊക്കെ നമ്മൾ കാണുന്നത് കയ്പിന്റെ അനുഭവത്തെ വളരെയധികമായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഒരു കാര്യം ഞാൻ ഈ ഭാഗത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയെല്ലാം ആരുടെയെല്ലാം ഉള്ളിൽ നിന്ന് കയ്പുണ്ടായിട്ടുണ്ട്, അവരുടെ മറുസൈഡിനല്ല ദോഷം സംഭവിച്ചിട്ടുള്ളത്, അവർക്ക് സ്വയമായിട്ടാണ് ദോഷം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. കയ്പ് എന്റെ ഉള്ളിലുണ്ട് എങ്കിൽ ആ കയ്പ് കൊണ്ട് ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുകയാണ്. ലിറ്ററലി നിങ്ങളത് സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ നമ്മുടെ കെമിക്കൽസ്, നമ്മുടെ ശരീരത്ത് വർക്ക് ചെയ്യുന്ന കെമിക്കൽസ് ആൻഡ് ഹോർമോൺസ് നമ്മൾ നോക്കാമെങ്കിൽ പ്രധാനമായിട്ട് ഈ നമ്മുടെ ഉള്ളിൽ കയ്പ് കൊണ്ട് എന്ത് പ്രവൃത്തി കടന്നു വരുന്നുവോ അത് മുഴുവൻ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നത്. ഒന്നും ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു സ്റ്റെപ്പ് പോലുമില്ല. ഓരോ രീതിയിൽ ഒരു ശാസ്ത്രം പറഞ്ഞപ്രകാരമാണ് ഒരു ബിറ്റർനെസ് പോയ്സൺസ് ഹിംസെൽഫ്. അത് അവനെ തന്നെ വിഷം കുടിപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു വ്യക്തി വിഷം കുടിക്കുന്നതിന് തുല്യമായിട്ടാണ് അവരുടെ ഉള്ളിൽ ബിറ്റർനെസ് കടന്നു വരുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ. പ്രധാനമായിട്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 7 ഭാഗത്താണ് ഈ ബിറ്റർനെസ്സിനെ കുറിച്ച് പറഞ്ഞത്. 7 ഇൻസ്റ്റൻസ്. ഒന്ന് പെട്ടെന്ന് നോട്ട് ചെയ്താൽ മാത്യു ചാപ്റ്റർ 26 verse 75, Luke chapter 22 verse 62, Acts 8:23,
Romans 3:14, Ephesians 4:31, James 3 verse 11 and 14. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹീബ്രൂസ് 12:15. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ബിറ്റർനെസ്സിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കാം. മാത്യു 26:75, ലൂക്ക് 22:62, ആക്ട്സ് 8:23, റോമൻസ് 3:14, Ephesians 4:31, James 3:11 and 14, finally Hebrews chapter 12 verse 15. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ കയ്പ്. ഞാൻ പറയുണ്ടായി 3 മേഖലകളിലാണ് പ്രധാനമായിട്ട് കയ്പ് വെളിപ്പെടുന്നത്. 1, ദൈവത്തോട് കയ്പിന്റെ അനുഭവം ഉണ്ടാകുന്നു. 2, മറ്റുള്ളവരോട് കയ്പിന്റെ അനുഭവം ഉണ്ടാകുന്നു. 3, നമുക്ക് നമ്മോട് തന്നെ കയ്പിന്റെ അനുഭവം ഉണ്ടാകുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കയ്പ് നമ്മുടെ സകലവിധമായ ഇന്ദ്രിയങ്ങളെയും കുത്തി അങ്ങ് കയറുന്ന ഒന്ന്. ഇതിനെ ഒന്ന് റൂട്ട് ഔട്ട് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ഞാൻ ആദ്യം പറയുണ്ടായി ഇത് ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. ഇത് മറഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ്. പിന്നീട് എന്തു മാത്രമേ വെളിപ്പെടുത്തുള്ളൂ, ഇതിന്റെ പ്രൊഡക്റ്റ് മാത്രമേ വെളിയിൽ കാണുവാൻ സാധിക്കൂ. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞപ്പോൾ വല്ല കയ്പുള്ള വേരും മുളച്ചു. അപ്പോൾ കയ്പുള്ള വേര് മുളയ്ക്കുമ്പോൾ ആ വേരിന്റെ പ്രൊഡക്റ്റ് ആണോ വെളിയിൽ കാണുവാൻ സാധിക്കുന്നത്? അല്ലാത്തതൊന്നും വെളിയിൽ കാണുവാൻ സാധിക്കത്തില്ല. ഈ ഒരു ബിറ്റർനെസ്, ഒരു കയ്പിന്റെ അതിൻ്റെതായിരിക്കുന്ന റിസൾട്ട്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്നുകൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നോക്കിയാട്ടോ എന്തൊക്കെയാണോ ഒരു ബിറ്റർനെസിന്റെ റിസൾട്ട്. എന്റെ ഉള്ളിൽ ബിറ്റർനെസ് കയ്പുണ്ടെങ്കിൽ അതെങ്ങനെ വെളിപ്പെടുവാൻ സാധിക്കും? ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ ഇഷ്യൂ ആണ്, നമുക്ക് ആരോടെങ്കിലും ഒരു കയ്പുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒരൊറ്റ വേർഡ് കേട്ടാൽ മതി, ഉടൻ തന്നെ നമ്മൾ പ്രകോപിതരായിത്തീരും. ആ സമയത്ത് നമ്മളെ നോക്കിയാൽ അറിയാം നമ്മുടെ വാശി, നമ്മുടെ എരിവ്, ഇതെല്ലാം നമുക്ക് അന്നേരം അറിയാം. ആ പർട്ടിക്കുലർ അല്ലാത്ത സമയമൊക്കെ ആൾ വളരെ നോർമലായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കയ്പുണ്ടെങ്കിൽ ആ കയ്പുള്ള വ്യക്തിയുമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് വെളിയിൽ വരുമ്പോൾ ആ സമയത്ത് ആ പ്രൊഡക്റ്റ്, അതിന്റെ റിസൾട്ട് ആയിരിക്കും വെളിയിൽ വരുന്നത്. എന്തായിരിക്കും വെളിയിൽ വരാൻ പോകുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബിറ്റർനെസ് എന്ന് പറയുന്ന അവസ്ഥകൾ മറ്റുള്ളവരെ, അത് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാനാണ് ഇവർ താല്പര്യപ്പെടുന്നത്. വായിച്ചിട്ട് ഒരു വാക്യം, ജോബ് ചാപ്റ്റർ 7 verse 11, ചാപ്റ്റർ 10 verse 1. ഞാൻ എന്റെ വായ അടക്കയില്ല, ആകയാൽ ഞാൻ എന്റെ വായ അടക്കിയില്ല, എന്റെ മനപ്പീടയിൽ ഞാൻ സംസാരിക്കും. ഇയ്യോബിന് പറയുവാനുള്ള ഒന്നേ ഉള്ളൂ, തനിക്ക് ദൈവത്തോടാ തന്റെ പ്രയാസം. പറയാൻ താൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, ഞാൻ എൻ്റെ വായ അടയ്ക്കത്തില്ല, ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് കംപ്ലൈനിങ്. മറ്റ് കുറ്റാരോപണങ്ങളാണ് പറയുവാൻ സാധിക്കുന്നത്. ഒരു നല്ല കാര്യം പോലും പറയുവാൻ സാധിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അത് ആരുടെ ജീവിതത്തിലാണെങ്കിലും, പേഴ്സണൽ ലൈഫിൽ ഇൻക്ലൂഡിങ് കുടുംബജീവിതത്തിൽ വരെയുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ കയ്പ് ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും ഒരു കുറ്റപ്പെടുത്തുന്ന ഒരനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. അതായിരിക്കും സ്നേഹത്തിന് പ്രവർത്തനം. പക്ഷെങ്കിൽ ഈ കയ്പിന്റെ അനുഭവം അത് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 2, bitterness motivates gossip, judging and condemning. Psalm 63 verse 3, 64 verse 3, 64-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. വാൾ പോലെ മൂർച്ചയാക്കുന്നു, അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കും. നിഷ്കളങ്കനെ എയ്യേണ്ടതിനാ. ആരെയാ എയ്യാൻ പോന്നേ? നിഷ്കളങ്കൻ. പക്ഷെ ഇവരെന്ത് ചെയ്യുക? അവരുടെ നാവ് എന്താക്കി മാറ്റുക? വായിച്ചിട്ട് താഴോട്ട്. അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും, അവർ കയ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കയ്പിന്റെ ഒരു പ്രത്യേകതയായിരിക്കും
അവരെ സെൽഫായിട്ട് കുറ്റമില്ല എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ കണ്ടം ചെയ്യും. ആരെയാണ് തങ്ങൾക്ക് കയ്പുള്ളത് അവരെ കണ്ടം ചെയ്യുവാൻ, അവരെ ജഡ്ജ് ചെയ്യുവാനായിട്ട് ഇവർ നോക്കും. സെൽഫായിട്ട് കുറ്റം ഒത്തിരി ഉണ്ട്. നിങ്ങൾ ആ വായിച്ച വാക്യത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇവര് ന്യായം വിധിക്കുവാൻ പോകുന്ന നിഷ്കളങ്കനെയാ. അവരുടെ വായിലാണ് സർപ്പവിഷമുള്ളത്, അവരുടെ വായിലാണ് കയ്പ് നിറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ അധരങ്ങൾ നിറഞ്ഞിരിക്കുന്ന കയ്പിന്റെ വാക്കുകൾ കടന്നു വരുമ്പോൾ ഈ കയ്പിന്റെ വാക്കുകൾ കേൾക്കുന്ന ഒരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ സാധിക്കും, തീർച്ചയായിട്ടും അറിയാവുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ചിലപ്പോഴെങ്കിലും വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അവരുടെ ഇന്നസെൻസ് വെളിപ്പെടുത്തുവാൻ തക്കോണമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഇവരെ പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, അവിടെ സംഭവിക്കുന്നത് എന്ത് കുറ്റമാണുള്ളത് ആ കുറ്റത്തെ മറച്ചുവെച്ച്. നിങ്ങൾക്കറിയാം, നവോമിയെ നിങ്ങളൊന്ന് പഠിക്കുക. ഞാൻ അല്പനിമിഷത്തിനകം നവോമിയെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നവോമിയെ നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നവോമിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയത്തില്ല. നവോമിയുടെ ആത്മീയ പശ്ചാത്തലം നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നവോമിയുടെ വാ തുറന്നാൽ നവോമിക്ക് എന്തേ പറയാനുള്ളൂ? സർവശക്തൻ എന്നോട് ഇത് ചെയ്തു. ഇതേ ഉള്ളു തൻ്റെ ജീവിതത്തിൽ പറയുവാൻ, വേറെ ഒന്നുമില്ല. ഇതിന്റെ അർത്ഥം ഞാൻ ഒത്തിരി പെർഫെക്റ്റ് ആണ്, എനിക്ക് യാതൊരു കുറവുമില്ല. ഒരു കുറവുമില്ലാത്ത എൻ്റെ ജീവിതത്തിലോട്ടാണോ ദൈവം ഇത് ചെയ്തത്? ആരെയാ ജഡ്ജ് ചെയ്യുന്നേ? ദൈവത്തെ ജഡ്ജ് ചെയ്യുന്നു. ഇയ്യോബിന്റെ ജീവിതം നിങ്ങൾ പഠിക്കുക. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് പറയുന്നത് എന്തുവാ? ദൈവം എന്നോട് കയ്പുള്ളത് ചെയ്തു, പക്ഷെങ്കിൽ ഞാൻ അവന്റെ മുൻപിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും ഈ പ്രത്യയമായിരിക്കുന്ന ബിറ്റേർനെസ് കൊണ്ട് സംഭവിക്കുന്നത് അത് സെൽഫായിട്ട് ഒന്ന് ഡിഫെൻസ് ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ കണ്ടം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ശ്രദ്ധിച്ചോണം, അതിനകത്ത് സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ച എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു സെൽഫായിരിക്കുന്ന ഡിഫെൻസ് ആയിരിക്കത്തില്ല, പകരം ഒരു സെൽഫായിരിക്കുന്ന ഒരു പോയ്സണസ് ആയിരിക്കും. നമ്മൾ ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ പഠിച്ചു ക്രിറ്റിസിസം. വാസ്തവത്തിൽ നല്ലതാ, ക്രിറ്റിസിസം നല്ലതാ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഇടർച്ച വരുത്തുന്നത് ആവശ്യം തന്നെ, എന്നാൽ ഇടർച്ച വരുത്തുന്ന മനുഷ്യനോ ഹാ കഷ്ടം. അപ്പോൾ ഒരു ക്രിറ്റിസിസം വന്നാൽ നല്ലതെന്ന് പറയുവാൻ കാരണം, എന്നെക്കുറിച്ച് ഒരു വ്യക്തി ക്രിറ്റിസൈസ് ചെയ്താൽ എനിക്കൊന്ന് ശോധന ചെയ്യാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ ആ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് എനിക്ക് നല്ലത്. അല്ലെങ്കിൽ എനിക്കത് വിട്ടുകളയാൻ പറ്റും, സ്വർഗത്തിൽ പ്രതിഫലം കൂടുതലുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ് ഇത്. പലപ്പോഴും തങ്ങളെ തന്നെ മറച്ച് തങ്ങളുടേതായിരിക്കുന്ന യാതൊരു തെറ്റുകളും വെളിപ്പെടുത്താതെ മുഴുവൻ തെറ്റുകളും മറ്റുള്ളവരുടെ മേൽ വെച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യുന്ന ഒരനുഭവം. ഇതാണ് പലപ്പോഴും കയ്പിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു വരുന്ന ഒരു വിഷയം. അതാണ് എബ്രായലേഖനം 12-15 നമ്മൾ കുറുവാക്യമായിട്ട് വായിക്കുന്ന ഭാഗം തന്നെ. ആ ഭാഗം നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. മൂന്നാമത് ഇതിന്റെ പ്രത്യേകത, യാക്കോബിന്റെ ലേഖനം 3-14 മൂന്നാമത്തെ പ്രത്യേകത, എ ബിറ്റർ പേഴ്സൺ റിജക്ട്സ് ബൈബിൾ ടീച്ചിങ്. എന്താണ് വേദപുസ്തകം ഉപദേശിക്കുന്നത്? വായിച്ചോട്ടെ. ആ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വായിച്ചാട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. കേട്ടോ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഉള്ളിൽ വല്ല കയ്പുള്ള പകയോ ഈർഷ്യോ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഉള്ളം. പക്ഷെങ്കിൽ ആ വ്യക്തിയെ ഇപ്പോൾ ഞാൻ സാം സഹോദരനെ കാണുന്നു, എൻ്റെ ഉള്ളിൽ ഭയങ്കര പകയാണ്. പക്ഷെങ്കിൽ ഈ പക എൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഞാൻ സഹോദരനെ കാണും, നല്ല ചിരിച്ച നല്ലത് സാം സഹോദരനെ പോലെ വേറൊരാളില്ല എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വിഷയം. ഉള്ളിലൊന്ന് മറച്ചു വെച്ചുകൊണ്ട് ഉള്ള റിയാലിറ്റി മറച്ചു വെച്ചിട്ട് മറ്റൊരു വ്യക്തിയെ നോക്കണ്ട, ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് പ്രശംസിക്കുക. അവരോടാണ് എനിക്ക് കയ്പിന്റെ അനുഭവം ഉള്ളത്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, എൻ്റെ സഹോദര, നീ അങ്ങനെ ചെയ്യരുതെന്ന്. വായിച്ചോ താഴോട്ട്.
ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, യെസ്, ഭൗമികവും പ്രാകൃതവും അതിന്റെ മുകളിൽ പൈശാചികവുമായ ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 14, യാക്കോബ് 3:14 വായിച്ചിട്ട് എന്നാൽ ഒരിക്കൽ നിങ്ങൾക്ക് കൂടെ. ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും സത്യത്തിന് വിരോധമായി ഒരു സത്യമുണ്ട്, അതിന് വിരോധമായി നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഭോഷ്ക് പറയുകയും ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരാളോട് ഇടപെടുന്നത് ഇൻ റിയാലിറ്റിയിലായിരിക്കണം. ഇതിന്റെ പ്രത്യേകമായിരിക്കുന്ന വിഷയങ്ങൾ വായിച്ചിട്ട് സാംസ് 28:3, 28:3. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു. ആര്? ദുഷ്ടന്മാർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു. താഴെ, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട്. എന്താ അവരുടെ ഹൃദയത്തിലുള്ളത്? ദുഷ്ടത. ഹൃദയത്തിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് സംസാരിക്കുക. വായിച്ചാട്ട് 63-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, സാം 63:4. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. 62:4. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവന്റെ പദവിയിൽ നിന്ന് തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. വാ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു. നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾ അനുഗ്രഹത്തിന്റെ വാക്കുകൾ, ഉള്ളിലോ ശാപത്തിന്റെ വാക്കുകൾ. ഇതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ഒരു ഉറവിൽ നിന്ന് കയ്പിന്റെ വെള്ളവും മധുരമുള്ള വെള്ളവും പുറപ്പെടുവാൻ സാധ്യമല്ല. ഉറവ ഏതാണോ അതായിരിക്കും വെള്ളം പുറപ്പെടേണ്ടത്. നല്ല ഉറവിൽ നിന്ന് നല്ല വെള്ളം പുറപ്പെടണം, ചീത്തയിൽ നിന്ന് ചീത്ത പുറപ്പെടണം. അപ്പൊ എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ വല്ല കയ്പോ ഈർഷ്യോ വല്ല ഉണ്ടെങ്കിൽ അവരോട് മിണ്ടാതെ നടക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. പിന്നെയോ എന്താ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? ഒരു കാരണവശാലും ഒരു ബിറ്റർനെസ് ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകരുത്. വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗം. 4-ാമത്തെ പ്രത്യേകത, ബിറ്റർനെസ് എന്ത് ചെയ്യുന്നു? ബിറ്റർനെസ് വിൽ സ്റ്റീൽ അവർ ഇന്നർ പീസ്. നമ്മുടെ ഉള്ളിലെ സമാധാനം എടുത്തു കളയുന്നു. നിങ്ങൾ മനസ്സിലാക്കിയോ, ആരോടെങ്കിലും ഒരു കയ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ പിന്നീട് എന്തില്ല, നമുക്ക് നമ്മുടെ ഇന്നർ പീസ് നഷ്ടപ്പെട്ടു. ശൗലിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കാമെങ്കിൽ, ദാവീദിനോട് തനിക്ക് ഒരു കയ്പ് തുടങ്ങിയ സമയം മുതൽ തൻ്റെ മരണ ദിവസം വരെ ഒരു സ്വസ്ഥത പോലും തനിക്ക് ലഭിച്ചില്ല. യാതൊരു സ്വസ്ഥതയും കിട്ടുകയില്ല. അതിന് കാരണമുണ്ട്. താഴോട്ട് ഞാൻ വരാം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബിറ്റർനെസ്, കയ്പ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്നർ പീസിനെ നഷ്ടപ്പെടുത്തി കളയുന്നു. നെക്സ്റ്റ് പോയിന്റ്, എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്താൽ കിങ് സോൾ. നെക്സ്റ്റ്, ബിറ്റർനെസ് may defile many others. അനേകരെ കളങ്കപ്പെടുത്തുവാൻ സാധിക്കും. Deuteronomy chapter 29 verse 17, Hebrews 12:15, വാക്യം നോട്ട് ചെയ്യുക. Numbers chapter 16 verse 35, 12 verse 15, Numbers 16:35. വായിച്ചാട്ടെ, ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമുക്കറിയാം എന്ത് ചെയ്യുന്നു ഈ ബിറ്റർനെസ്. മറ്റുള്ളവരെ കൂടെ അശുദ്ധമാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം എന്ത് വിട്ടുമാറിയവരായി ഇവര്? ദൈവകൃപ വിട്ടുമാറിയവർ. എന്ത് പോയിട്ട് രണ്ടാമത്? കയ്പുള്ള പേര്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഹീബ്രൂസ് ചാപ്റ്റർ 12 verse 15 എന്ന് വായിച്ചാട്ടെ. എബ്രായർ 12:15. ആരും വല്ല കയ്പുള്ള വേരും മുളച്ച്
ശ്രദ്ധിക്കണം, എന്തുവാ? അനേകർ അതിനാൽ മലിനപ്പെടുക. ഡിഫൈൽ മെനി അതേഴ്സ്. മറ്റുള്ളവരെ കൂടെ അശുദ്ധരാക്കുക. എന്താ ഇത് ചെയ്യുന്നത്? ഒരു വ്യക്തിയിൽ കടന്നു വന്നു പാലിക്കുന്ന കയ്പ്, ആ കയ്പ് മുളയ്ക്കുവാനായിട്ട് ചാൻസ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ താൻ താലോലിച്ച് വളർത്തുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെയാണ് അത് വളരുന്നത്. വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അനേകരെ അതിനാൽ മലിനപ്പെടുത്തും. വായിച്ചോട്ട് ഡ്യൂട്രോണമി ചാപ്റ്റർ 29, ആവർത്തന പുസ്തകം 29-ാം അധ്യായം 17-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. നഞ്ച്, കയ്പ് ഉള്ള യാതൊരു വേരും നിങ്ങളിൽ ഉണ്ടാകരുത്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കളുടെ മനോഹരമായിരിക്കുന്ന മരുഭൂ പ്രയാണത്തിൽ അവർ മുൻപോട്ട് കടന്നു പോയപ്പോൾ അവരുടെ മുൻപിൽ കടന്നു വന്ന ഒരു പ്രശ്നമാണ് മരുഭൂമിയിൽ വെച്ച് ദാഥാനും അബീരാമും കോരഹും. വാസ്തവത്തിൽ നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ അവരുടെ പ്രശ്നത്തെ ഒന്ന് പഠിച്ചാൽ, കോരഹിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അഹരോൻ പുരോഹിതനോടും ദാഥാന്റെയും അബീരാമിന്റെയും പ്രശ്നം മോശയോടുമാണ്. ഈ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രയാസം, അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടെന്ന് പറയുന്നത് തെറ്റാണ്. ദാഥാനും അബീരാമിനും മോശയോടുള്ള പ്രയാസവും കോരഹിന് അഹരോനോടുള്ള പ്രയാസവും അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ലീഡർഷിപ്പ് ലെവൽ കാരണം. ആ ഒരു ഭാരം കാരണം ഇവരുടെ ഉള്ളിൽ വളർന്നു വന്നുമായിരിക്കുന്ന കയ്പ് എന്ത് സംഭവിച്ചു? എത്ര എണ്ണം നശിക്കുവാൻ കാരണമായി തീർന്നു? ഇവരോട് കൂടെ അടുത്തൊരു 250 എണ്ണത്തെ കൂടെ നശിപ്പിച്ച് കളയുവാനായിട്ട് കാരണമായി തീർന്നു. എന്താ വാസ്തവത്തിൽ എന്തുവാ സംഭവിച്ചേ? പുറമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചിന്ത, ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഈ മോശയ്ക്ക് എതിരായിട്ടുള്ള ദാഥാന്റെയും അബീരാമിന്റെയും അധികാരത്തിന്റെ മോഹം, അഹരോന് എതിരായിട്ടുള്ള കോരഹിന്റെ അധികാര മോഹം, ഇതൊന്നുമല്ല വെളിപ്പെടുത്തപ്പെട്ടത്. സംഭവിച്ചത് ഒരു വലിയ മജോറിറ്റിയെ നശിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ആരുടെയെങ്കിലും ഉള്ളിൽ ഒരു മുള ഉണ്ടായാൽ, ആ കയ്പ് ഒന്ന് മുളയ്ക്കുവാനായിട്ട് ചാൻസ് കൊടുത്താൽ, അതുകൊണ്ട് ചിലരെങ്കിലും അവരോടുകൂടെ നശിക്കുവാനായിട്ട് ചാൻസസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. യൂദായുടെ പുസ്തകം ഈ സംഭവമായിരിക്കുന്ന ബന്ധത്തിൽ ഒരു വേർഡ്, യൂദായുടെ പുസ്തകം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. 12-ാമത്തെ വാക്യം, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടന്ന പാറകൾ. എന്താ ഈ സ്നേഹസദ്യ എന്നറിയാമല്ലോ? തിരുവത്താഴ ശുശ്രൂഷ, കമ്മ്യൂണിസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളോടുകൂടെ ഒരുമിച്ചിരുന്ന് കമ്മ്യൂണിസ്റ്റ് സർവീസ് എടുത്തൊരു കൂട്ടത്തെ കുറിച്ചാണോ ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്? ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചതാ, ഒരുമിച്ച് അപ്പം നോക്കിയതാ, ഒരേ പാനപാത്രത്തിൽ കുടിച്ചതാ, ഒരേ പാത്രത്തിൽ നിന്ന് എടുത്ത് തിന്നവരുമാ. പക്ഷെ ഇവരാരായിരുന്നു? ആ സന്ദർഭങ്ങളിലൊക്കെ വളരെ മാന്യന്മാരായിട്ടാണ് അവർ വെളിപ്പെട്ടത്. കാരണമുണ്ടായിരുന്നു, അവർ ആ സമയത്തൊക്കെ എങ്ങനെ കിടന്നത്? മറഞ്ഞു കിടന്നു. ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് തങ്ങളുടേതായിരിക്കുന്ന ആഗ്രഹം, ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളോ മറ്റുള്ളതൊന്നും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ അതിനെ എല്ലാം സബ്സൈഡ് ചെയ്ത് ഒരവസരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. താഴെ വായിച്ചത് ആ വാക്യം തന്നെ താഴോട്ട്. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടന്ന പാറകൾ, നിങ്ങളോട് കൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേറെ അറ്റും പോയ വൃക്ഷങ്ങൾ. എന്താ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? മറ്റ് ചിലരെ കൂടെ നശിപ്പിക്കുവാനായിട്ട് കാരണമായിത്തീരുന്നു. എന്താ കാരണം? സ്റ്റാർട്ട് വിത്ത് എന്താ വെളിപ്പെടുന്നില്ല, യാതൊരു കയ്പുമില്ല, അത് മൂടി വച്ചിരിക്കുക, മറഞ്ഞു കിടക്കുക. പക്ഷെങ്കിൽ when the time comes, ആ സമയം കടന്നു വരുമ്പോൾ അവിടെയാണ് അത് വെളിപ്പെടുവാൻ കാരണമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരു കയ്പ് എൻ്റെ ഉള്ളിൽ മുളച്ചാൽ അതുകൊണ്ട് ചിലരെയെങ്കിലും
അതിനകത്ത് അശുദ്ധരാക്കി മാറ്റുവാൻ സാധിക്കും. അതാണ് ഒരു വിഷയം. നിങ്ങൾക്കറിയാം, ഒരു കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. യേശു പറഞ്ഞത് ഇതാണ്: നല്ല വിത്തിനോടുകൂടെ കളയും കാണുന്നു. വേലക്കാർ ചെന്ന് തോട്ടക്കാരനോട് ചോദിക്കുക, ഞാൻ ആ കള പകച്ചു കളയട്ടെ? യജമാനൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് വളരട്ടെ. നല്ല ഞാറാണ് പറിക്കുന്നതെങ്കിൽ അതിനോടുകൂടെ കള പറിക്കുന്ന സമയത്ത് അതിനോടുകൂടെ നല്ല ഞാറും പറിക്കപ്പെടുവാൻ ചാൻസ് ഉണ്ട്. അതുണ്ടാകാതിരിക്കാൻ തക്കവണ്ണം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കളയാണോ ഞാറാണോ എൻ്റെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് ശരിയായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് മനസ്സിലാക്കുന്നില്ല എങ്കിലാണ് നമ്മുടെ വീഴ്ചയിലേക്ക് കടന്നു പോകുന്നത്. നാലാമത്തെ നെക്സ്റ്റ് വിഷയം എന്താണത്? ബിറ്റർനെസ്. ബിറ്റർനെസ് പ്രൊഡ്യൂസസ് എ ചെയിൻ ഓഫ് സിന്നിങ്. ഒരു വലിയ പാപത്തിന്റെ നീണ്ട പരമ്പരയായിരിക്കും ഈ ബിറ്റർനെസ്സിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് പോകുന്നത്. ബിറ്റർനെസ് പ്രൊഡ്യൂസ് എ ചെയിൻ ഓഫ് സിന്നിങ്. ഞാൻ പ്രധാനമായിട്ട് ഈ വിഷയം ഞാൻ പഠിപ്പിക്കുവാൻ പോകുമ്പോൾ ഞാൻ ശൗൽ രാജാവിനെ ഞാൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ സ്വഭാവങ്ങളും ശൗൽ കൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ കൂട്ടത്തിൽ കടന്നു വരുന്ന അവസ്ഥകൾ? ഈ ഉള്ളിൽ പകയിരിക്കുന്നു, അത് വെളിപ്പെടുന്നില്ല, അതാരും കാണുന്നില്ല, അതാരും മനസ്സിലാക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ വേര് മുളയ്ക്കുമ്പോൾ അത് പാപത്തിന്റെ മറ്റു പല ഫലങ്ങളാണോ വെളിപ്പെടുത്തുവാനിടയായി തീരുന്നത്. കയ്പ് ഹിഡനായിരിക്കും. എനിക്കൊരാളോടൊരു പ്രയാസമുണ്ടെങ്കിൽ 100% എൻ്റെ ഉള്ളിൽ ഞാനത് ഒതുക്കപ്പെട്ട് വെച്ചുകൊണ്ട് പുറത്തുള്ള എൻ്റെ വേരിൽ കൂടെ ആയിരിക്കും അത് വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നത്. അത് എനിക്ക് ആളുടെ പ്രയാസമുണ്ടെന്ന് ഞാൻ വെളിപ്പെടുത്തുകയില്ല. പക്ഷേ അതെൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ അത് മറ്റുള്ള പല പ്രവർത്തനങ്ങൾ കൂടെ വെളിപ്പെടുന്നു. ഈ ശൗലിന്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ കൂടിയാണ് വെളിപ്പെട്ടതെന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു കയ്പ് മുഖാന്തരമായിട്ട് കടന്നു വരുന്ന പാപങ്ങൾ എന്തൊക്കെയെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് 1 ശമൂവേൽ പുസ്തകം 18-ാം അധ്യായം നമ്മൾ 1 ശമൂവേൽ ചാപ്റ്റർ 18 ആയിരിക്കും പഠിക്കുവാൻ പോകുന്നത്. 1 ശമൂവേൽ 18, 1 ശമൂവേൽ ചാപ്റ്റർ 18 ഒന്ന് വായിച്ചാട്ട് 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഒന്നാമത് സംഭവിക്കുന്നത്, ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. ആദ്യം സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഹേറ്റ്രഡ്. ഒരു പകയിലേക്ക് താൻ കടന്നു പോകുക, പകയിലേക്ക് കടന്നു വരിക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഈ ശൗല് ദാവീദിനെതിരായിട്ട് ഈ പകയെടുക്കേണ്ട യാതൊരു കാരണങ്ങളുമില്ല. ദാവീദ് വിത്ത് ഓൾ ഹിസ് സിൻസിയറിറ്റി ശൗലിനെ സഹായിച്ചിട്ടേ ഉള്ളൂ. യാതൊരു ദോഷവും ശൗലിന് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഈ പറയപ്പെട്ട ചില വേർഡുകളാണ് ദാവീദിന്റെ ഉള്ളിൽ ഈ കയ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നത്. ഞാൻ ആ വിഷയം അടുത്ത ആഴ്ച കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ദാവീദിനോട് ശൗലിന്റെ മുമ്പിൽ വെച്ച് സ്ത്രീകൾ പാടുതാരിക്കുന്ന പാട്ട്, അതാണ് ശൗലിന്റെ ഉള്ളിൽ കയ്പിന്റെ അനുഭവം കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത്. ആ കയ്പ് കൊണ്ട് ഒന്നാമത് സംഭവിച്ച വിഷയമാണ് ദാവീദിനോട് ശൗലിന് ഒരു പകയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയോട് ഒരു കയ്പിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഒരിക്കൽ പോലും നമ്മൾ ആ ഞാറ് നടുവാൻ ഇടയാകരുത്. നമ്മുടെ ഉള്ളിൽ അത് വളരുവാനായിട്ട് ചാൻസ് കൊടുക്കുക. വളർന്നു കഴിഞ്ഞാൽ മുമ്പ് പഠിച്ചതുപോലെ അത് നമ്മെ തന്നെ നശിപ്പിക്കുന്നതാണ്. ആ സമയം തന്നെ അത് വെളിയിൽ കടന്നു പോകണം. ഈ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാം നമ്മുടെ ജീവിതത്തിൽ കയ്പ് ഉണ്ടാകണമെന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി, നമ്മുടെ ഈ യൂത്തിനെയും നവോമിയെയും കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഞാൻ ആ ചിന്തയിൽ നിന്നുകൊണ്ട് ഞാനൊന്ന് ഓർത്തു നോക്കി. വാസ്തവത്തിൽ നവോമിയോട് ഈ ഇസ്രായേൽ മക്കള് അല്ലെങ്കിൽ യഹൂദന്മാര് നവോമിയോട് വന്ന് ചോദിച്ചപ്പോൾ നവോമി പറഞ്ഞ വേർഡ് ഇതാണ്: സർവശക്തൻ എന്നോട് അത്യന്തം കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം, ഇതിനകത്ത് കൂടെ വന്നത് രൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്.
ഇവരുടെ രണ്ടുപേരെയും ഒന്ന് താരതമ്യപ്പെടുത്തി പഠിച്ചു നോക്കിയാൽ ഈ അധികം കയ്പ് എന്ന് പറയുവാൻ തക്കവണ്ണം യോഗ്യത ആർക്ക് എന്ന് ചിന്തിച്ചാൽ ഞാൻ പറയും നവോമിയേക്കാൾ കൂടുതലായിട്ട് പ്രയാസം ഉണ്ടാകേണ്ടത് രൂത്തിനാണ്. പക്ഷെ രൂത്തിന്റെ നാവിൽ കൂടെ ഒരു കയ്പിന്റെ ഒരു വേർഡ് പോലും രൂത്തിന്റെ നാവിൽ കൂടെ കടന്നു വന്നിട്ടില്ല. നവോമിയെ വിളിച്ച് നോക്കിയ നവോമിക്കറിയാം, എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ 2 മക്കളും മരിച്ചു, ഇപ്പോൾ എനിക്ക് ആരുമില്ല, പക്ഷെങ്കിൽ ഞാൻ എന്റെ സ്വദേശത്തെക്കാണ് ഞാൻ നിൽക്കുന്നത്. രൂത്തിനെ വിളിച്ച് നോക്കുക, രൂത്തിനോട് എന്താ പറയാൻ സാധിക്കും? രൂത്തിനും പറയുന്നു, എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, ആ ഭർത്താവ് മരിച്ചുപോയി, ഞാനിപ്പോൾ വളരെ ഇളം പ്രായമാണ്, കൊച്ചു പ്രായത്തിൽ ഞാനൊരു വിധവയായി നിൽക്കുക. പക്ഷെ എന്റെ ജീവിതത്തിൽ മുൻപിലേക്ക് നോക്കിയാൽ ഒന്നുമില്ല, എനിക്കൊരു ജീവിതമുണ്ടെന്ന് പോലും എനിക്ക് തോന്നത്തില്ല, ഒരു അനുഭവം പോലും എന്റെ മുമ്പിലില്ലെന്നുള്ള കഥയാണ് രൂത്തിന് പറയുവാനുള്ളത്. പക്ഷെങ്കിൽ രൂത്തിന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു സിംഗിൾ വേർഡ് കടന്നു വന്നില്ല. ഈ അത്യന്തം കൈപ്പാട് സംഭവിച്ചുവെന്ന് പറയപ്പെടുവാൻ ഒന്നുകൂടെ യോഗ്യത രൂത്തിനാണ്. കാരണം രൂത്ത് സകലവും വിട്ടേച്ചാ കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ രൂത്ത് കടന്നു വന്നപ്പോൾ കടന്നു വരുവാൻ ഒരു കാരണമുണ്ട്. രൂത്തിന് ഒരു കാര്യമറിയാം. നവോമി പറയുന്നു, സർവശക്തൻ എന്നോട് അധികം കൈപ്പായത് പ്രവർത്തിച്ചുവെന്ന് പറയുമ്പോൾ രൂത്തിനൊന്ന് പറയുവാനുണ്ട്, ഈ സർവശക്തനാണ് ഞാൻ ചിറങ്കീഴിൽ കടന്നു വന്നിരിക്കുന്നത്. മനസ്സിലാകുന്ന 2 വേർഡ്. രൂത്ത് ആ സർവശക്തനെ നോക്കി എനിക്ക് കൈപ്പായുള്ളതാണ് തന്നത് എന്ന് പറയുമ്പോൾ, നവോമി പറയുമ്പോൾ രൂത്തിന് അതല്ല പറയുവാനുള്ളത്, ഈ സർവശക്തന്റെ നിഴലിലാണ് ഞാൻ ആശ്രയിച്ചു വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇൻസിഡൻസ് നോക്കിയാൽ 2 കൂട്ടർക്കും ഒരുപോലെ കയ്പിന്റെ അനുഭവം കടന്നു. കയ്പിന്റെ പ്രവൃത്തികളും വരേണ്ടതാണെങ്കിലും 2 പേരും ഏറ്റെടുത്ത ആറ്റിറ്റ്യൂഡാണ് 2 വ്യത്യസ്തമാർക്കുള്ള മേഖലകളിലേക്ക് നിർത്തിയത്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കാരണം എന്നാണെന്ന് മനസ്സിലായോ? എൻ്റെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവം കടന്നു വന്നാലും എനിക്ക് അതിനെ താലോലിച്ച് അതിൽ കൂടെ ഒരു കുട്ടി ജനിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. ഞാനതിനെ താലോലിക്കാതിരുന്നാൽ എൻ്റെ അവസ്ഥകൾ മാറ്റപ്പെടും. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിന്തിച്ച് എന്തൊക്കെ നമുക്ക് ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ ചിന്തയെടുത്ത് വെളിക്കളയുവാൻ നമുക്ക് പലപ്പോഴും താല്പര്യമില്ല. കാരണം ഇറ്റ്സ് സോ ക്ലോസ് ടു മീ, എന്നോടിത് വളരെ അടുത്തിരിക്കുക, എനിക്ക് വളരെ പീസബിൾ ആണത്, എനിക്ക് വളരെ സന്തോഷം തരുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ജീവിതത്തോട് അതിനെ താലോലിച്ച് അതിനെ വളർത്തുവാനായിട്ട് ഞാൻ അനുവദിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, രൂത്തിന്റെയും നവോമിയുടെയും ജീവിതത്തിലെ പ്രത്യേകതയായിരുന്നു, ഒരാള് താലോലിക്കാനായിട്ട് ആഗ്രഹിക്കാതെ അതിൽ നിന്ന് ജയമെടുക്കുവാൻ ആഗ്രഹിച്ചു, അടുത്ത ആള് താലോലിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ ആ സ്വഭാവങ്ങളൊക്കെ ഞാൻ പഠിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ഒരു രൂത്തിനോടുകൂടെ ഒരു കയ്പിന്റെ അനുഭവമുള്ളൊരു നവോമി ജീവിക്കുമ്പോൾ, ആ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന രൂത്ത് മുഖാന്തരം നവോമി സാറ്റിസ്ഫൈഡ് ആയി. 2 പേരും കൂടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ, അല്പം പ്രയാസമാ. അവരുടെ എൻഡ് ലൈഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നവോമിക്ക് അങ്ങനെ ഒന്നും പറയുവാനില്ല. കൊച്ചുമക്കളെ മടി വെച്ച് അനുഗ്രഹിക്കുക, എന്തെല്ലാം നഷ്ടമായോ അത് മുഴുവൻ പല മടങ്ങായി ലഭിച്ച് അനുഗ്രഹങ്ങളുടെ നിറവിലിരുന്നു കൊണ്ട് സന്തോഷിക്കുന്ന ഒരു നവോമിയാണ് നമ്മളിവിടെ കാണുന്നത്. ആരാ കാരണം? ഈ നവോമിയെ ഈ സ്റ്റേജിൽ രൂത്തില്ലാതെ ഒറ്റയ്ക്ക് വിട്ടിരുന്നുവെങ്കിൽ വല്ല ക്യാൻസറും വന്ന് ആള് തട്ടിപ്പോയനെ. തമാശ പറഞ്ഞല്ല. അതിന് കാരണമെന്ന് പറയുന്നത്, ഒരു സംതൃപ്തയായിരിക്കുന്ന രൂത്തിനോടുകൂടെ ഒരു കയ്പ്
നിറഞ്ഞ ഒരു നവോമി ജീവിച്ചപ്പോൾ സംതൃപ്തയായിരിക്കുന്ന രൂത്ത് മുഖാന്തരമായിട്ട് നവോമിയുടെ കയ്പ് മാറ്റപ്പെട്ടു. ശ്രദ്ധിക്കണം, ഞാൻ തിരിച്ചു വരിക. എന്താ ഇവിടുത്തെ വിഷയമെന്ന്? ദാവീദ് യാതൊരു തെറ്റും ചെയ്തില്ല. പക്ഷെങ്കിൽ ഈ സ്ത്രീകൾ പാടിയ പാട്ട് ഉള്ളിൽ വെച്ചുകൊണ്ട് ശൗൽ അതിനെ വളർത്താനായിട്ട് തുടങ്ങി. ശൗൽ പാല് കൊടുക്കുക, ശൗൽ അതിന് ആഹാരം കൊടുക്കുക. ഉള്ളിലേ കിടപ്പുള്ളൂ. അത് വളരുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അത് പതുക്കെ താൻ കൊടുക്കുന്ന ശൗൽ കൊടുത്തായിരിക്കുന്ന ആഹാരവും ശൗൽ കൊടുത്തതായിരിക്കുന്ന വെള്ളമൊക്കെ കുടിച്ച് അതിൻ്റെ താലോലിനും പരിപാലനം ഏറ്റ് അത് വളർന്ന് ഫൈനലി ശൗലിനെ നശിപ്പിച്ചു. എന്താ ഒന്നാമത് സംഭവിച്ചത്? തൻ്റെ ഉള്ളിൽ ദാവീദിനോട് പകയുണ്ടാക്കുക. രണ്ടാമത് എന്ത് സംഭവിച്ചു? 1 ശമൂവേൽ 18:8. അപ്പോൾ ശൗല് ഏറ്റവും നമ്മുടെ ഉള്ളിൽ കയ്പ് ഉള്ള ഒരു വ്യക്തി, ഒരുപക്ഷെ പുള്ളി പറയുന്ന സത്യമായിരിക്കും. നമ്മളെങ്ങനെ എടുക്കത്തുള്ളൂ? കോപിച്ചുകൊണ്ട് എടുക്കത്തുള്ളൂ. ആ വ്യക്തി പറയുന്ന തെറ്റായിട്ടല്ല. പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത് ആ വ്യക്തിയോട് എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, കയ്പുണ്ട്. അതുകൊണ്ട് എത്ര നല്ല കാര്യം പറഞ്ഞാലും ഒരു രീതിയിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന മുഴുവൻ ഓപ്പോസിറ്റായിട്ടാണ്, നെഗറ്റീവായിട്ട് മാത്രമേ ഞാൻ കാണത്തുള്ളൂ. എന്തോ എന്നെ ദോഷം ചെയ്യുവാൻ വരുന്നു. ദാവീദ് ശൗലിന്റെ അടുക്കൽ കടന്നു എന്നിട്ട് ശൗലിനെ രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു എന്നുള്ളത് ശൗലിന് മനസ്സിലാക്കി. പല വട്ടം, 2 വട്ടം ദാവീദ് ശൗലിനെ രക്ഷിച്ചു. പക്ഷെ അത് മനസ്സിലാക്കിയ ശൗലും പിന്നീട് ഒരു കാരണമില്ലാതെ എന്തോ ചെയ്യുക, കോപിക്കുക. രണ്ടാമത്തെ പ്രത്യേകത ശത്രുത, ക്രൂവൽറ്റി. 3, bitterness leads to antagonism. Bitterness leads to antagonism. Direct opposition, active opposition. നേരിട്ട് എതിർക്കുക, ഡയറക്റ്റായിട്ട് എതിർക്കുക. വായിച്ചാട്ട് 18:8. ഈ വാക്ക് അവൻ അനിഷ്ടമായി. ഇത്രയും നാളുകൾ മുഴുവൻ എവിടെ ആയിരുന്നു ഇത്? കയ്പ് ഉള്ളിലേ ഉള്ളായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുക? വായിച്ചോ താഴോട്ട്. 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പബ്ലിക്കലി കൺഫസ്ഡ്. എന്താ? ഡയറക്റ്റ് ഒപ്പോസ് ചെയ്യുക. പ്രശ്നങ്ങളൊന്നുമില്ല, സംഭവം ഒന്നുമില്ല. പക്ഷെങ്കിൽ ഡയറക്റ്റ് എതിർക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരുന്നു. നെക്സ്റ്റ്, സെൽഫ് പിറ്റി, അപകർഷതാബോധം. 8-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ 18:8. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു, താഴെ ഈ വാക്ക് അവൻ അനിഷ്ടമായി. ഈ വാക്ക് അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് രാജ്യത്വമല്ലാതെ മറ്റെന്തോ അവന് കിട്ടുവാനുള്ളൂ. എന്ത് വന്നു? ശൗലിന് തന്നെ മനസ്സിലായി, ഞാൻ ആരല്ല, ഈ സ്ഥാനത്ത് യോഗ്യനല്ല, ദാവീദേ ഉള്ളൂ. ദാവീദ് ഒരു സ്റ്റെപ്പ് പോലും ദാവീദിനകത്ത് എടുക്കുന്നില്ല. അപകർഷതാബോധം തന്നെ പിടിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഇനി രാജ്യത്വമല്ലാതെ ഇനി ഇതേ ഉള്ളൂ അവന് കിട്ടുവാൻ. എന്താ അതിന് കാരണമായിരിക്കുന്ന? കാരണം ഒന്നുമില്ല, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഈ ബിറ്റർനെസ് അവരുടെ ഉള്ളിൽ ഒരു അപകർഷതാബോധം കൊണ്ടുവന്നു. 5 അൺടീച്ചബിൾനെസ്. പഠിപ്പിക്കുവാനായിട്ട് പറ്റുന്നില്ല, പഠിക്കുന്നില്ല. 1 ശമൂവേൽ 18:30. അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. 18:30 വായിച്ച്. 30.
എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ആ. യുദ്ധത്തിന് പുറപ്പെട്ടു. ആ. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൗലിന്റെ സകല ഭൃത്യന്മാരെക്കാളും കൃതാർത്ഥനായിരുന്നു. അവന്റെ പേർ വിസ്തൃതമായി തീർന്നു. Praise God. Yes. Yes. എന്താ അവിടെ സംഭവിച്ചത്? തന്നെ പറഞ്ഞു കൊടുക്കുവാനായിട്ട്, മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. നെക്സ്റ്റ്, ഡിസേഴ്സ് ഫോർ റിവെഞ്ച്, പ്രതികാരത്തിനുള്ള ആഗ്രഹം. 18th chapter verse 21. അവൾ അവനൊരു കണിയായിരിക്കേണ്ടതിനും ഫെലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കുമെന്ന് ശൗൽ വിചാരിച്ച് ദാവീദിനെ ശൗല് തൻ്റെ മരുമകനായിട്ട് എടുക്കുവാനുള്ള കാരണം അവിടെ പറയുന്നത്. എന്താ അതിന് വിഷയം? ഒരു നല്ല മോട്ടോ ആയിരുന്നില്ല ദാവീദിനോട്, ഒരു റിവെഞ്ച് ആറ്റിറ്റ്യൂഡ്, ഒരു റിവെഞ്ച്. നെക്സ്റ്റ്, ദ ലാസ്റ്റ് വൺ, prideful ambition or arrogance. 1 Samuel chapter 18 verse 2. ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ട് അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചതുമില്ല. 12ാമത്തെ വാക്യം. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. താഴെ, അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു? 21ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് തന്നെ ദാവീദിനെ നശിപ്പിക്കേണ്ടതിനാണ്. തൻ്റെ ജീവിതത്തിൽ കൂടെ ഒരു പ്രൈഡോടുകൂടെ, ഒരു അഹങ്കാരത്തോടുകൂടെ ഒരു പെരുമാറ്റം തൻ്റെ ജീവിതത്തിൽ കടന്നു വരിക. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ബിറ്റേർനെസ് ഉള്ളിൽ കടന്നു വന്നു കഴിയുമ്പോൾ അത് അല്ല വെളിപ്പെടുന്നത്, അത് ഉള്ളിലിരിക്കുക, മറച്ചു വച്ചിരിക്കുക. പക്ഷെ അതിൻ്റെ പല ഫ്രൂട്ട്സ് ആണ് വെളിപ്പെടുവാനിടയായി തരുന്നത്. ഈ ഫലം കാണുന്നത് കൊണ്ട്, ആ ഫലം കൊണ്ട് ആ വൃക്ഷത്തെ നമുക്ക് മാറ്റിക്കളയുവാൻ സാധ്യമല്ല. ഇതിൻ്റെ ഫലം പറിച്ചു കളയുന്നത് കൊണ്ട് അതിൽ നിന്ന് നല്ല ഫലം കായ്ക്കത്തില്ല. ഇതിന് വളരെ ആവശ്യമായിരിക്കുന്നത് അതിൻ്റെ റൂട്ട് മാറ്റുക എന്നുള്ളത് ആവശ്യമായിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ദൈവം അനുവദിക്കുന്നതിൽ നെക്സ്റ്റ് വീക്കിൽ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വളരെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നമുക്ക് ആരോടെങ്കിലും ഒരു ബിറ്റേർനെസ് ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് മാറേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ശരീരത്തിന് അത് ആരോഗ്യമായിരിക്കും, നമ്മുടെ പ്രാണന് അത് ആരോഗ്യമായിരിക്കും, നമ്മുടെ ആത്മാവിന് അത് ആരോഗ്യമായിരിക്കും. ഒരിക്കൽ പോലും അത് വളരുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കരുത്. നമുക്ക് അത് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? എനിക്ക് ആരോടെങ്കിലും കയ്പ് ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട വിധം ഇതാണ്. ഇല്ലാത്തവരാരുമില്ല. കാരണം കഴിഞ്ഞ നാളുകൾ ജീവിതത്തിൽ കടന്നു വന്നുമായിരിക്കുന്ന പ്രയാസങ്ങൾ, ഭാരങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി